എനിക്കറിയില്ല. കോളേജാണ്, ആരെങ്കിലും ഒക്കെ വരും. പോവാറിയില്ല. ഓ പിന്നെ ആരും ഇങ്ങോട്ട് വരില്ല. പിന്നെ കണ്ടാലിപ്പോ എന്താ, ഞാൻ നിന്നെ മേലെ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. പിന്നെന്താ? അയ്യോ ആരങ്ങേട്ട, സാറ്. തനുവിന് ഇപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട് സാർ, ക്ലാസ് ഉണ്ട്. ഞാൻ പോവാ. എടാ അളിയ, ഇവിടെ നടന്നതല്ലോ നീ കണ്ടായിരുന്നു? കണ്ടെങ്കിൽ അതൊന്ന് വിട്ടേ കേട്ടോ. പിന്നെ നിന്റെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചതാ. ഞങ്ങളുടെ രണ്ടുപേരെയും കല്യാണം ഉറപ്പിച്ച് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ എൻഗേജ്മെന്റ് കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ അമ്മായിയുടെ മോളാണല്ലോ അവള്. അല്ലടാ, അവക്ക് നിന്നെ ഇഷ്ടമാണോ? അതൊക്കെ ഒരു കഥയാ. എനിക്ക് മുന്നേ അവളെ ഇഷ്ടമായിരുന്നു, അവക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് അവളെ കൈയോടെ പൊക്കി. അപ്പോഴേ അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് സമ്മതിച്ചത്. അവൾക്ക് നേരത്തെ എന്നെ ഇഷ്ടമായിരുന്നു, പറയാതെ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം വീട്ടുകാർ നേരത്തെ തീരുമാനിച്ചതാ. പിന്നെ നീ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നതാണോ? ഏയ് അല്ലടാ, ചുമ്മാ വന്നതാ. ഞാൻ പോകുന്നു. അപ്പോ ശരി. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ ആയല്ലോ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ശരിടാ, ഞാൻ ക്ലാസ്സിൽ പോവാ. ഇപ്പോ ക്ലാസ് ഉണ്ട്. അപ്പോ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പ്രൊഫസർ ആരോ ആയിരുന്നു. പക്ഷെ എന്നോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ആവും ഇഷ്ടമെന്ന്. ഞാനല്ലേ എന്റെ മനസ്സിൽ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ആലോചിച്ചത്. അവള് ചിലപ്പോ എന്നെ ഒരു ബ്രദറിനെ പോലെ കണ്ടതുകൊണ്ടായിരിക്കും അടുത്തിടപഴകി അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷെ ഞാനാ ഇതിനെല്ലാത്തിനും കാരണം. ഞാനല്ലേ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചത്. സാർ ഇവിടെ ഇരിക്കുവായിരുന്നു. സാർ എന്താ ക്ലാസ്സിൽ വരാത്തെ? ഇപ്പോ സാറിന്റെ പിരീഡ്. അയ്യോ എന്ത് പറ്റി സാർ? കണ്ണൊക്കെ ഒരുമാതിരി കലങ്ങിയിരിക്കുന്നു. വയ്യേ സാറിന്? എന്ത് പറ്റി? അതൊന്നുമില്ലടോ. എനിക്ക് ചെറിയൊരു തലവേദന, അതാ ഞാൻ ക്ലാസ്സിൽ വരാത്തെ. എന്തായാലും ഞാനിപ്പോ ക്ലാസ്സിൽ വരുന്നില്ല. തനി നോട്ട് കൊണ്ടുപോയി കൊടുക്ക്. നോട്ട് എഴുതി എടുക്കുകയോ പഠിക്കുകയോ ചെയ്യും. ഓക്കെ സാർ. പക്ഷേ സാറിന് എന്തെങ്കിലും ചായയോ വിക്സോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഞാൻ പോയിട്ട് വരട്ടെ? അങ്ങനൊന്നും വേണ്ടടോ. ഞാനിപ്പോ വീട്ടിലേക്ക് പോവും. താൻ പൊക്കോ. എന്താടി തനു, നിനക്കെന്ത് പറ്റി? അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ വന്നേക്കുന്നത്. എന്തോ സങ്കടം ഉണ്ടല്ലോ. എന്തു പറ്റി? എടി, അത് സാറെന്തോ വല്ലാതെ ഇരിക്കുന്നു. സാറിന് വയ്യെന്ന് തോന്നുന്നു. വീട്ടിൽ പോവാണ്, ക്ലാസ് ഒന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റിയോ എന്തോ. ഓ അതാണോ കാര്യം? അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടായിരിക്കും സാർ പോകുന്നത്. നീ വിഷമിക്കണ്ട. അത് തനു ആരോ അല്ലേ? तुमको भी है खबर, मुझको भी है पता, हो रहा है जुदा दोनों का रास्ता। दूर जाके भी मुझसे तुम मेरी यादों में रहना। എടാ അബി, നീ ഇങ്ങോട്ടാ? ഓ, സൺഡേ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? അതേടാ. പിന്നെ അമ്മയച്ഛനും ഇന്ന് ഇവിടേക്ക് വരും. അപ്പോ അവരെയും കൂടി വിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇറങ്ങിയത്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കറങ്ങാനായിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? അതേടാ, ഇവളെയും കൊണ്ടൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ.
എന്തായാലും എൻഗേജ്മെന്റൊക്കെ ആയി വീട്ടിൽ നിന്ന് ലൈസൻസ് കിട്ടിയ അവസരമില്ലേ, അപ്പൊ ഒന്ന് കറങ്ങാനിറങ്ങാന്ന് വിചാരിച്ചു. ആടാ, എന്നാ ശരി, അപ്പോ ഞാൻ പോവാ. അമ്മേ, അച്ഛ, യാത്രയൊക്കെ സുഖമായിരുന്നു? ആ, യാത്രയൊക്കെ സുഖമായിരുന്നു. നീ എന്താ വല്ലാണ്ടായി പോയി? കഴുപ്പും കുടിയൊന്നുമില്ലേടാ? ആ, എന്തായാലും വാ, ബാക്കിയൊക്കെ ഇനി വീട്ടിലോട്ട് പോയിട്ടാകാം. എന്തിനാ ദൈവമേ എന്റെ സ്വപ്നത്തിലേക്ക് അവളെ നീ കൊണ്ടുവന്നത്? എന്നിലേക്ക് അടുപ്പിച്ച് എന്തിനാ? ഇങ്ങനെ എന്നെ സങ്കടപ്പെടുത്താനാണോ? കുറച്ചു ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഒരിക്കൽ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നിനെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്കെന്താ എങ്ങനെ സംഭവിച്ചേ? മറക്കണം, എല്ലാം മറക്കണം. കാരണം അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെണ്ണാവാൻ പോവുക. ഇനി അവൾ ഒരിക്കലും എന്റേതാകാൻ പോകുന്നില്ല. മോനെ അബി, നീ കഴിക്കാൻ വരുന്നില്ലേ? എന്ത് പറ്റിയടാ നിനക്ക്? ഞാൻ വന്നപ്പോ തൊട്ടേ ശ്രദ്ധിക്കുക. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ സങ്കടമുണ്ട്. എന്താ മോനെ, എന്താ പറ്റിയത്? അമ്മയോട് പറ. നിനക്ക് വയ്യേ? ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. 2 ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു, തലവേദനയ്ക്ക്. അതാ ഞാനിങ്ങനെ ഇരിക്കുന്നേ, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. ഓ, അതാണോ? എന്തായാലും ഒന്ന് ഭക്ഷണം കഴിക്ക്. പിന്നെ അമ്മ തലയിൽ ബാമൊക്കെ പുരട്ടി തരാം. വാ. പിന്നെ അബി, നിന്റെ ഇവിടുത്തെ ജോബൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? ആ അച്ഛാ, നന്നായിട്ടാ പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ജൂണേട്ടൻ മറ്റന്നാൾ എവിടെ പോകുന്നു എന്ന് പറഞ്ഞു. ജൂണേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. ഓ, അതോ ജീനി, നിനക്കറിയാലോ വേണുഗോപാൽ ഇവിടുത്തെ എന്റെ ഫ്രണ്ട്, ഇവിടെ എന്റെ ബിസിനസ് പാർട്ട്ണറും കൂടിയാ. അവന്റെ വീട്ടിലേക്ക് പോണം. നീ പറഞ്ഞ എന്തായാലും. ഓ, വേണുകെട്ടന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? അപ്പോ എന്തായാലും ഞാൻ വരും. അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ സാറേ, എനിക്ക് അകത്തോട്ടേക്കൊന്ന് വരാമോ? ആ, നീയോ? കേറിവാടാ. അപ്പോ അഭി സാറേ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ എൻഗേജ്മെന്റിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ. അടുത്ത ആഴ്ചയില്ല, അതിന്റെ അടുത്ത ആഴ്ചയാ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും അഭിസാറും കുടുംബവും വരണം. ഞാൻ വരാൻ നോക്കാം. അന്ന് എന്തെങ്കിലും തിരക്കില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഉറപ്പായിട്ടും അവിടെ കാണണം. പിന്നെ ആന്റീനെയും അങ്കിളിനെയും ഒക്കെ കൊണ്ടുവരണം. ഓക്കെ? ആടാ, ഞാൻ എത്താൻ നോക്കാം. അപ്പോ ഓക്കെ, ശരിയടാ. എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. എന്നാ ഞാൻ പോവാണേ. ശരിയടാ. എടി, സാറിന് എന്ത് പറ്റി? സാറ് നല്ല ചില്ലായിട്ടിരിക്കുന്നെങ്കിൽ. ഇതിപ്പോ 2 ദിവസമായിട്ട് സാറ് നല്ല മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റി? പിന്നെ അത് മാത്രമല്ല, പഴയതുപോലെ നിന്നെ അത്ര മൈൻഡില്ലല്ലോ. സാറ് പഠിപ്പിക്കുമ്പോഴൊക്കെ എന്തോ മൂഡ് ഓഫ് ആണ്. പിന്നെ നിന്നെ നോക്കുന്നതേ ഇല്ല. ഓ, അത് സാറിന് വയ്യാത്തത് കൊണ്ടായിരിക്കും. അന്ന് ഇവിടുന്ന് വയ്യാതെയല്ലേ പോയത്, അതിന്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും. ഹലോ സാറേ, എനിക്ക് അങ്ങോട്ടേക്ക് വരാവോ? താനോ? കേറിവാടോ. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. സാറിന്റെ വയ്യായികയൊക്കെ പോയായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് സാറിനൊരു മൈൻഡ് ഒന്നുമില്ലല്ലോ. എന്തു പറ്റി? ഏയ്, അങ്ങനൊന്നുമില്ലടോ. അത് തനിക്ക് തോന്നുന്നതായിരിക്കും. പിന്നെ അബിയേട്ടനെ ആരവേട്ടൻ എൻഗേജ്മെന്റിന് ക്ഷണിച്ചായിരുന്നു. എന്തായാലും അബിയേട്ടൻ എൻഗേജ്മെന്റിന് വീട്ടിൽ വരുമല്ലോ അല്ലേ? അപ്പോ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം.
ഓക്കെ ഇടൂ. പിന്നെ തനുവിന്റെയും ആരവിന്റെയും മാരേജ് ഒക്കെ വീട്ടുകാര് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അബിയേട്ട, നേരത്തെ അവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരവേട്ടിന് മാരേജിന് സമ്മതമാണോ എന്ന് അറിയില്ലായിരുന്നു. അതാ പിന്നെ വീട്ടുകാർ ഒന്നും പറയാതിരുന്നത്. പിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. അത് രണ്ടുപേരും പറഞ്ഞില്ല. പിന്നെ ആരവേട്ടൻ വീട്ടിൽ വന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇപ്പൊ തനിക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല ബേട്ട, ഇപ്പോ ക്ലാസ് ഇല്ല, ഫ്രീ പീരീഡാ. പിന്നെ ഞാൻ ആരവേട്ടനെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ. അപ്പോ ആ വീട്ടിനെയും കൂടി ഒന്ന് കാണാമെന്ന് കരുതി. എന്താ പഴയതുപോലെയൊന്നും ഇല്ലാത്തത്? ഇല്ലടോ, എനിക്ക് കുഴപ്പമില്ല. അത് തനിക്ക് തോന്നുന്നത്. അബീട്ട, ഞാനും വന്നോട്ടെ? എന്നെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യോ? അയ്യോ എടോ, എനിക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, അതുകൊണ്ട്. തനിക്ക് എന്താണോ തന്നു ക്ലാസ് ഇല്ലേ? താൻ ഇങ്ങോട്ട് വന്ന എന്തിനാ? ഇല്ല സർ, ഞാൻ നോട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാൻ വന്നത്. നോട്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ തരാം. താനിപ്പോ പൊക്കോ. പൂജ, സാറിന് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. സാറ് എന്റെ അടുത്ത് പഴയതുപോലെ മിണ്ടുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. എടി, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ സാറിന് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന്. അതിപ്പോ എങ്ങനെയൊന്നറിയാം, എന്താ ചെയ്യാ? എടിക്കാനോ എങ്കിൽ പിന്നെ നമുക്ക് എന്റെ ഏട്ടന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചാലോ? ആരവേട്ടന്റെ അടുത്തു? ആരവേട്ടന് എന്തെങ്കിലും അറിയായിരിക്കോ? അതേടി, അവർ രണ്ടും നല്ല ഫ്രണ്ട്സ് അല്ലേ. പിന്നെ ഈ ആരവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറയും. ആരവേട്ടനെ ഇനി നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇല്ലടി, ഏകദേശം എക്സാമിന്റെ പോർഷൻസ് ഒക്കെ എടുത്തോണ്ട് ടീച്ചേഴ്സാരും ഇനി കേറൂലെന്ന് തോന്നുന്നു. അല്ല, എന്താടി ചോദിച്ചത്? നിനക്ക് എവിടേക്കെങ്കിലും പോകണമായിരുന്നു? ആടി, എനിക്ക് അഭിയേട്ടനെ ഒന്ന് കാണാൻ പോകണം. അതിനെന്താ, വരാലോ, വാ പോയേക്കാം. അഭിയേട്ട, എന്താ? പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവൾ അവനെ ഹഗ് ചെയ്യുന്നു. അഭിയേട്ട, ഐ ലവ് യു എന്ന് പറഞ്ഞ് അബിയെ അവൾ ഹഗ് ചെയ്തിട്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റത്തിൽ അബിയും ഷോക്കായി അങ്ങനെ തന്നെ നിന്നു. അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ എന്തിനാ എന്നെ ഹഗ് ചെയ്ത് എന്നോട് അങ്ങനെ പറഞ്ഞത്? അവൾക്ക് എന്നെ ഇഷ്ടമാണോ? പിന്നെ എന്തിനാ ആരുമായിട്ട്? ഇല്ല, ഇതൊന്നും ശരിയല്ല. എന്നെ നേരത്തെ അവൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അത് എന്നോട് തുറന്നു പറയാതിരുന്ന എന്തിനാ? ഇത്രയും താമസിപ്പിച്ച എന്തിനാ? ഇല്ല, അങ്ങനെ നടക്കാൻ പാടില്ല. അവളെ ഇഷ്ടപ്പെടാൻ പാടില്ല. ഞാനതിനെ സമ്മതിക്കില്ല. ഞാനതിനെ സമ്മതിച്ച എന്റെ ഫ്രണ്ടിനെ ഞാൻ ചതിക്കുന്നതിനെ തുല്യമാണ്. അല്ല, ഇത്ര പെട്ടെന്ന് സാറിനെ കണ്ടു? കണ്ടു. ഇനി വാ പോവാം. അബി, നീ എവിടെ പോയിട്ട് വരുവാ? എടാ, ഞാൻ ഒരു മാസത്തേക്ക് ലീവ് എടുത്താലോ എന്ന് ചിന്തിക്കുക. അപ്പോ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയതാ. നീ എന്തിനാ ഇപ്പോ ഇങ്ങനൊരു ലോങ് ലീവ് എടുക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും പറയടാ. എന്താ പ്രശ്നം?
ഏയ് എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലടാ. ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാ ലീവ് എടുക്കുന്നത്. ശരി, എങ്കിലങ്ങനെ ആയിക്കോട്ടെ. അപ്പോ ഞാൻ പോവാടാ. ശരി. എടി പൂജെ, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ലീവ് എടുത്ത് പോയത്. ഇനി റിസൈൻ ചെയ്ത് പോകാനെന്നാണോ സാറിന്റെ പ്ലാൻ? സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നിനക്കൊന്ന് കേട്ടോടായിരുന്നു. അതിനു മുന്നേ നീ എന്തിനാ ഇറങ്ങി വന്നത്? എടി, ഇഷ്ടം പറഞ്ഞതിന് ശേഷം എനിക്ക് സാറിനെ ഫേസ് ചെയ്യാൻ എന്തോ പോലെയായിരുന്നു. അതാണ് പെട്ടെന്ന് വന്നത്. സാറിന്റെ മറുപടി ഒന്നും കേൾക്കാൻ വെക്കാതെ. എന്തായാലും സാറ് 1 month കഴിഞ്ഞിട്ട് വരുമായിരിക്കും. പക്ഷെ അതല്ലല്ലോടി ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അമ്മയും അച്ഛനും എനിക്ക് വേറെ കല്യാണം ആലോചിക്കുക. അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിന്റെ മകനാണെന്ന്. സൺഡേ അവരെന്നെ പെണ്ണാണെന്ന് വരുമെന്നൊക്കെ പറയുന്നു. എടി, എന്തായാലും നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് ആരവേട്ടനെ ചെന്ന് കാണാം. എനിക്ക് സമാധാനമില്ല. ആരവേട്ട? നിങ്ങൾ 2 കുരുക്കുകളും കൂടി എന്താ ഇങ്ങോട്ട് വന്നത്? എന്താ കാര്യം? ആരവേട്ട, നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ. സൺഡേ എന്നെ പെണ്ണ് കാണാൻ വരുക. അച്ഛന്റെ ഫ്രണ്ടിന്റെ മകനാ വരുന്നത്. ഞാൻ അറിഞ്ഞു. പിന്നെ അതൊരു പെണ്ണുകളുടെ ചടങ്ങല്ലേ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞാ പോരെ. ആരവേട്ട, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകനെ എന്നെ കാണാൻ വരുന്നത്. പോരാത്തതിന് അച്ഛന്റെ ആ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛന്റെ ബിസിനസ് പാർട്ണറും കൂടിയാ. അപ്പോ അവര് പെണ്ണുകൾ ചടങ്ങ് മാത്രമല്ല, എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ ഉറപ്പിക്കാനായിട്ടാ വരുന്നത്. എടി, നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് സൺഡേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം. എന്തായാലും അബി ഇനി പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നീ ആ ചെറുക്കനെ തന്നെ കെട്ടേണ്ടി വരും. പിന്നെ ആരവേട്ട, ഒരുമാതിരി തമാശിക്കില്ലേ, അതും ഈ സമയത്ത്? പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ? അത് എന്റെ അബിയേട്ടന് മനസ്സിലിട്ടുണ്ട്. എന്തായാലും നിന്നെ നല്ലതുപോലെ അറിയാവുന്ന ഞാനിവിടെ ഉണ്ടായിട്ട് നിനക്ക് എന്നെ മാരേജ് ചെയ്യാൻ വയ്യായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാ. ഓ, നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ പുര നിന്ന് കത്തുമ്പോഴത്തേക്ക് ആരവേട്ടന്റെ ഒരു വാഴ വെട്ടലും. ഇത് തന്നെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ? നീ ഇങ്ങോട്ട് വാ, അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ട്. മോനെ അബി, നീ ഇവിടെ നിൽക്കുമായിരുന്നു? അമ്മേ ഇവിടെ നിൽക്കുമായിരുന്നു. അല്ല, അമ്മയച്ഛനും എന്താ ഒരുമിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ അച്ഛാ, എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു 2 പേർക്കും. മോനെ, സംസാരിക്കാനുണ്ട്. നിനക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാനാ നിന്റെ അടുത്ത് വന്നത്. എനിക്കോ? ഇപ്പോ മാരേജോ? എന്തായാലും നിനക്കിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയുണ്ടല്ലോ. പിന്നെ കല്യാണപ്രായമായി. അതുകൊണ്ട് മാരേജിനെ പറ്റി ചിന്തിച്ചത്. പിന്നെ നീ പറഞ്ഞതുപോലെ നല്ല നാട്ടിൻ പുറത്തുകാരി പെങ്കൊച്ച, കാണാൻ നല്ല മോള. ഞാൻ അവളെ കണ്ടു. ജൂണേട്ടന്റെ ഇവിടുത്തെ ഫ്രണ്ട് ഇല്ലേ, വേണുവേട്ടന്റെ മകളാ. പിന്നെ മോനെ, ഇത് നല്ലൊരു ബന്ധമാ. എനിക്ക് പണ്ട് തൊട്ടേ അറിയാമല്ലോ വേണുവിനെ, അവന്റെ കുടുംബത്തെയും. പിന്നെ മോനൊന്ന് സൺഡേ ഞങ്ങളുടെ കൂടെ അവിടെ വരെ ഒന്ന് വരണം. ഒരു ചെറിയ പെണ്ണ് കാണൽ ചടങ്ങ്. മോനെ ഇഷ്ടമാണെങ്കിൽ സമ്മതിച്ചാൽ മതി, ഇല്ലെങ്കിൽ അമ്മയച്ഛനും നിർബന്ധിക്കില്ല. എന്തായാലും എന്റെ അമ്മയച്ഛനും പറഞ്ഞതല്ലേ, ഞാൻ വരാം. അപ്പോ ശരി മോനെ, ഗുഡ് നൈറ്റ്. നീ കിടന്നു. ജൂണേട്ട, എന്തായാലും അവൻ വരാൻ സംഭവിച്ചിട്ടുണ്ട്. അവന് വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ ആ കൊച്ചിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ മോള് നല്ല കുട്ടിയാ. എന്തായാലും പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് അവന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കല്യാണത്തിന് അവന് നിർബന്ധിക്കേണ്ട. അതെ ജൂണേട്ട, നമുക്ക് നമ്മുടെ മോൻ മാത്രമല്ലേ ഉള്ളൂ. അവന്റെ സന്തോഷമല്ലേ വലുത്.
നിങ്ങൾ വന്നോ? കേറി വാ, കേറി വാടാ ജൂണി. ആ ജീനി അകത്തേക്ക് വാ. അല്ല മാധുരി, മോള് ഒരുങ്ങുവാണോ? ആ അവള് ഒരുങ്ങുവാ. എടി ജീനി, നിനക്ക് സുഖാണോ? നിന്നെ കണ്ടിട്ട് എത്ര നാളായിടി? ആടി റോസേ, നീ ഇവിടെ ഉണ്ടായിരുന്നു? ആ സുഖായിട്ടിരിക്കുന്നടി. അല്ല ജൂണി, മോനെവിടെയാ? ആ അവൻ ദേ വരുന്നടാ. കാർ പാർക്ക് ചെയ്യാൻ അപ്പുറത്തോട്ട് പോയിരിക്കുവായിരുന്നു. ആ ഇതാണോ നിന്റെ മോൻ? ആ അകത്തേക്ക് കയറിയിരിക്കും മോനെ. ആ അബി, കേറി വാടാ. അല്ല നീ എന്താ ഇവിടെ? ഇതെന്റെ അമ്മായിയുടെ വീടാ, അതുകൊണ്ടാ ഞാനിവിടെ ഉള്ളത്. പിന്നെ നിനക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരണ്ടേ? എടാ അർജുനെ, ഒന്നിങ്ങോട്ട് വന്നേടാ. എടാ അബി, എടാ നീ എന്താ ഇവിടെ? ആ അത് ഞാൻ പറയാം. നിന്റെ പെങ്ങളെ പെണ്ണാണാൻ വന്നത് അബിയ. അപ്പോ ആ കുരിപ്പിനെ പെണ്ണാണാൻ വന്നത് നീയാണോ? അല്ല, ഇവർക്ക് തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അതെ ചാ, പരിചയമുണ്ട്. ഞങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. 10th ഒരുമിച്ച് പഠിച്ചതാ. 10th കഴിഞ്ഞിട്ട് എവനങ്ങ് പോയില്ലേ. ഓ അങ്ങനെയൊക്കെ ആണോ? എടാ ജൂണി, ഇതിപ്പോ നമ്മൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുപോലെ നമ്മുടെ മക്കൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. ഇതെന്താ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ സംസ്ഥാന സമ്മേളനോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 3 ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലേടി ജീനി? അപ്പോ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ അഭിസാറായിരുന്നു. ഇതെങ്ങനെ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ ഉദ്ദേശം? ഇവിടെ നടക്കേണ്ട ചടങ്ങുകളൊന്നും നടക്കുന്നില്ല. ഓ അത് ഞങ്ങളങ്ങ് മറന്നു. എടി, മോളെ പോയി വിളിച്ചോണ്ട് വാ. മോളെ പൂജ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. പോയി അവളെ വിളിച്ചോണ്ട് വാ. നീ എന്താ അബി ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ലടാ. എന്തായാലും നീ താല്പര്യമില്ലാതെയാണല്ലേ ഇതിന് വന്നത്. നിന്റെ മുഖം കണ്ടാൽ അറിയാം. എടാ അത് പിന്നെ ഞാൻ അമ്മയച്ഛനും പറഞ്ഞപ്പോ. എന്തായാലും നീ ടെൻഷൻ അടിക്കാതിരിക്കും. ആദ്യമേ പെൺകുട്ടിയെ കാണും. അപ്പൊ നിനക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ കാണും. അത് പിന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. അല്ല, നിങ്ങൾ രണ്ടും എന്താ ഒരു രഹസ്യം പറിച്ചില്ലേ? എനിക്കും കൂടി പറഞ്ഞുടാ. ഓ അതറിയാ, ഇവന് ചെറിയൊരു ടെൻഷൻ എന്ന്. ഓ അതാണോ കാര്യം? അത്രയേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ മാറിക്കോളും. അമ്മായി, ഞാൻ ദേ വിളിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ട് വരുന്നു. എടാ, നീ കാണാൻ വന്ന പെൺകുട്ടി ഇതേ വരുന്നു. നോക്കടാ. തനു